ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് റംസൂനും റൈഹൂനും എക്സാം ഡേ ആണ്. അവർ എക്സാമിന് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെയും കൂടെ ഒന്ന് അങ്ങോട്ടാക്കിയാൽ, അല്ലെങ്കിൽ ഞാനിനി സ്കൂൾ വരെ പോയി ക്ഷീണിക്കത്തില്ല നോമ്പും പിടിച്ച്. അപ്പോൾ എന്തായാലും അവരങ്ങോട്ട് പോന്ന് ഒന്നുകൊണ്ട് ആക്കിയേക്കാൻ പറഞ്ഞു. അങ്ങനെ റംസു മോളെയും കൊണ്ട് അങ്ങോട്ട് പോയി. ഇവനാണെങ്കിൽ എപ്പോഴും ഇത് തന്നെ, ID കാർഡ് എടുക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ മറന്നിട്ട് പോകും. മിക്കവാറും ID കാർഡ് ഇടാതായിരിക്കും പോകുന്നത്. അപ്പം ഇന്ന് എക്സാം അല്ലേ, അപ്പം ID കാർഡ് മസ്റ്റായിട്ടും വേണം. അപ്പോൾ അതാ ഞാൻ ID കാർഡൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു. അങ്ങനെ മക്കൾ 3 പേരും സ്കൂളിൽ പോയി. 2 പേർക്ക് എക്സാമും ഒരാൾക്ക് നോർമൽ ക്ലാസ്സും. അപ്പം മക്കൾ 3 പേരും പോയതിന് ശേഷം ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തേക്ക് രാത്രി ഡിന്നറിന് വേണ്ടി. അപ്പോൾ അതാ അരി ഒക്കെ അരച്ച് അപ്പത്തിനാണ് അരച്ച് വെച്ച്, നമുക്ക് തേങ്ങയൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള പാലപ്പത്തിന് വേണ്ടിയാണ് അരച്ച് വെച്ചേക്കുന്നത്. അരിയൊക്കെ അരച്ച് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. റമദാൻ മാസമല്ലേ, വൈകിട്ട് അടുക്കളയിൽ കയറിയാൽ മതിയല്ലോ. ആർക്ക് ആർക്ക് ഇനി സ്കൂളിൽ ഇരുന്ന് ഉച്ചയ്ക്ക് എന്തോ കൊണ്ടുപോയത്? മോൾ സ്കൂളിൽ കൊണ്ടുപോയത് എന്തുവാ? അപ്പൊ ഇന്ന് നോമ്പുണ്ടോ? നോമ്പുണ്ടോ? ഇപ്പൊ തിന്നത് എന്തുവാ? അപ്പൊ നോമ്പുണ്ടോ? എന്തൊരു നോമ്പ്? ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് അടുക്കളയിലോട്ട് കയറി എഗ് സമൂസ ഉണ്ടാക്കാനായിട്ട് ഫില്ലിങ് റെഡിയാക്കി വെച്ച്, ഉള്ളിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ് ബുർജിയാവും. പിന്നെ ഉപ്പ് ചേർക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയ ഫില്ലിംഗ് ആണ്. സമൂസ എല്ലാം ഫില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ഫ്രൈയും ചെയ്തെടുത്ത് മാറ്റി വെച്ച്, പിന്നെ അടുത്തതായിട്ട് രാത്രിയിലേക്ക് വേണ്ടി അപ്പത്തിന് വേണ്ടിയുള്ള കറി തയ്യാറാക്കാണ്. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം. സവാളയൊന്ന് പെട്ടെന്ന് വേവാനായിട്ട് മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് വരന്ന് കിട്ടിയാൽ മതി, ഒരുപാടൊന്ന് വെന്ത് കുഴഞ്ഞു വേണ്ട. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ട് തന്നെ മുട്ടക്കറി ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല റോസ്റ്റ് പരുവത്തിൽ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം ഇത്രയും വെള്ളമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി കോംബോ ആണ്. മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ച് ഇനി ഇഫ്താർ ഡ്രിങ്കിന് വേണ്ടി ആപ്പിൾ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയുകയാണ്. അതിനുശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എടുത്ത് 2 ആപ്പിളും ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡ്രിങ്കിന് വേണ്ടി പാലെടുത്തിട്ടുണ്ട്. പാലിലേക്ക് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ശേഷം പിസ്ത എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ആദ്യമേ ഞാൻ ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നിറം മാറി. നമ്മൾ ഈ ഡ്രിങ്കിൻ്റെ മിക്സ് റെഡിയാക്കി വെച്ചതിന് ശേഷം ആപ്പിൾ ഗ്രേറ്റ് ചെയ്താൽ മതി കേട്ടോ. കസ്കസ് കൂടെ കുതിർത്ത് വെച്ചേക്കുന്നതും കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. പിന്നെ എന്നത്തെയും പോലെ പതിവ് പോലെ ഉമ്മയ്ക്കും വാപ്പുമ്മാക്കും വേണ്ടിയുള്ള ഇന്നത്തെ പങ്ക് താഴോട്ട് കൊണ്ടു കൊടുക്കുകയാണ് മക്കൾ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് മുസമ്പിയും തണ്ണിമത്തനും ഈന്തപ്പഴവും വെള്ളവും നമ്മുടെ സമൂസ, എഗ് സമൂസയും പിന്നെ ആപ്പിളൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടേക്കുന്ന നമ്മുടെ ജ്യൂസ്, ഇഫ്താർ ഡ്രിങ്കും പിന്നെ കഞ്ഞിയും. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറയ്ക്ക്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നോമ്പൊക്കെ മുറിച്ച് അതിന് ശേഷം നമസ്കരിച്ച് പിന്നെ ഖുർആനൊക്കെ ഓതി. അതൊന്നും നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്നത്തെ നമ്മുടെ എഗ് സമൂസയ്ക്ക് ഒരു സ്വല്പം ഉപ്പ് ഇച്ചിരി മുമ്പിലായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ കഞ്ഞി ഇതാണ്, പള്ളിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി ഇതാണ്. അപ്പോൾ എല്ലാവരും പള്ളിയിലെ കഞ്ഞിയൊക്കെ വാങ്ങിക്കാറുണ്ടോ? വാങ്ങിക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ നമസ്കരിച്ചൊക്കെ വന്നപ്പം നമ്മുടെ ആകാശം ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത്. ഇന്നലെ റൈഹുമോനായിരുന്നു പാത്രം കഴുകിയതെങ്കിൽ ഇന്ന് എൻ്റെ റംസ് മോനാണ് ഇന്നത്തെ പാത്രം കഴുകുന്നതിൻ്റെ ഡ്യൂട്ടി. പിന്നെ സഹായിക്കാനായിട്ട് കുഞ്ഞനിയത്തിയുണ്ട്. മറുവ മോള് പാത്രമൊക്കെ അവിടെ ഇരുന്നതൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആര് ഡൈനിങ് ടേബിൾ തുടക്കുമെന്ന് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. മോള് ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് നല്ല അടിപൊളിയാക്കിയിട്ട്. പിന്നെ എൻ്റെ ഞങ്ങളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് നോമ്പ് കുറിച്ചപ്പോഴത്തേക്ക് ഇക്കഥ പള്ളിയിൽ പോയി നോമ്പ് കുറിച്ചതാണ്. പിന്നെ രാത്രി നമ്മൾ അപ്പം ചുടാനായിട്ട് അടിപൊളി നമ്മുടെ മാവ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങയൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി പാലപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പമൊക്കെ ചുട്ട് ഇനി മുട്ട റോസ്റ്റും ഒക്കെ ആയിട്ട് കഴിക്കണം. മാവിലേക്ക് ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, സോഡാപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഞാൻ അപ്പമൊക്കെ ചുട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇക്ക വിളിച്ച് പിന്നെ ആ ഡ്യൂട്ടി റംസ് മോൻ ഏറ്റെടുത്ത്. അങ്ങനെ അവൻ അപ്പമൊക്കെ ചുട്ട് തള്ളി മറിക്കുന്നുണ്ട്. നല്ലതുപോലെയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പെൺപിള്ളേർ തന്നെ വേണമെന്നൊന്നുമില്ല നമ്മളെ സഹായിക്കാനായിട്ട്. ആ മക്കളുണ്ടെങ്കിലും അവർക്ക് മനസ്സുണ്ടെങ്കിൽ അവർ സഹായിച്ചു തരും. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് പോവാണ്. നമ്മുടെ മുട്ട റോസ്റ്റ് അപ്പവും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.